ഇൻസീഡിയസ് മൂവി ഫ്രാഞ്ചൈസിയിലെ ആറാമത്തെ മൂവിയാണ് ഇൻസീഡിയസ് ഔട്ട് ഓഫ് ഫർദർ. ഈ ഒരു സിനിമ ഇന്നാണ് ഒഫീഷ്യലി റിലീസ് ആവുന്നത്. ഞാൻ ഇന്നലെ രാത്രി പ്രീമിയർ ഷോയെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു നൈസ് മൂവിയാണ്. ഇതിന് തൊട്ട് മുന്നേ റിലീസ് ആയിട്ടുള്ള ഇൻസീഡിയസ് റെഡ് ഡോർ എന്ന് പറയുന്ന മൂവി എനിക്ക് അത്രയ്ക്ക് വർക്ക് ആയിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ നല്ല രസമുണ്ട് സിനിമ കാണാനായിട്ട്. ലൈക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇൻസീഡിയസ് മൂവി ഫ്രാഞ്ചൈസിൽ കണ്ടുവരുന്ന അതൊരു ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണ് സിനിമയിൽ. പക്ഷേ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ആയാലും ആ ഒരു എലമെന്റ്സ് ആയാലും എല്ലാം നല്ല രീതിക്ക് എൻഗേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻസീഡിയസ് മൂവി ഫ്രാഞ്ചൈസിൽ ഇതിന് തൊട്ട് മുന്നേ വന്നിട്ടുള്ള എല്ലാ എലമെന്റ്സും ഉണ്ട്. ലൈക്ക് നമ്മുടെ ആ ഒരു ഫർദർ വേൾഡും ആ റെഡ് ഡോറും ഡീമൻസും ആ റിയാലിറ്റി, ലൂസിഡ് ഡ്രീമിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രാമ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാൽ പോയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഈ സിനിമയിൽ സ്റ്റേജ് ചെയ്തിരിക്കുന്നത് അടിപൊളിയാണ്. ആ ഒരു സിനിമ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ പ്രോപ്പറായിട്ട് ഓരോ കാര്യങ്ങളും, അതിപ്പം നമ്മൾ ആ ഒരു ചൈൽഡ്ഹുഡ് ഡ്രാമ ആയാലും ശരി, ആ ഒരു ലൂസിഡ് ഡ്രീമിംഗ് ആയാലും ആ റിയാലിറ്റി ആയാലും അല്ലെങ്കിൽ ആ ഫർദർ വേൾഡ് ആയാലും അങ്ങനത്തെ ഓരോ എലമെന്റ്സും പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് സ്റ്റേജ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ക്യാരക്ടർ പ്രസന്റേഷൻ ആണ്. ഒരു അമ്മയും മോളാണ് ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ആ രണ്ട് ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സും ഫേസ് ചെയ്യുന്ന ഇവന്റ്സ് ഉണ്ട്. ലൈക്ക് നമുക്കറിയാം ഇൻസീഡിയസ് മൂവി ഫ്രാഞ്ചൈസിൽ ഉള്ള ആ ഒരു സ്റ്റോറി ലൈൻ എന്താണെന്ന്. സോ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഫർദർ വേൾഡും അവിടുത്തെ ആ ലൂസിഡ് ഡ്രീമിംഗ്, ഇങ്ങനത്തെ ഒരുപാട് ഇവന്റ്സ് ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ അവരോട് തോന്നും, അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ അവരോട് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനും സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി മകളായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, മായ എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. പുള്ളിക്കാരുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് തോന്നും. ലൈക്ക് പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന ഇവന്റ്സും അല്ലെങ്കിൽ ആ ഒരു എൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സിനോടും ഓക്കെ ഇവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്ത് വരണമെന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ രീതിയിലാണ് അവർ എൻ്റെ ക്യാരക്ടർ ആർക്കും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ പോയിരിക്കുന്നത്. ആൻഡ് ഇതൊരു പക്ക ഹൊറർ മൂവി ഞാൻ പറയത്തില്ല, കാരണം ഹൊറർ എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും എല്ലാം പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നമുക്കറിയാം നമ്മൾ കണ്ടുവരുന്ന ആ ഒരു എലമെന്റ്സ് ഒക്കെ തന്നെയാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാമറ സ്റ്റില്ലായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ കയറി വരും, ആ ഒരു സൗണ്ട് സൈലന്റ് ആകുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ബൂം, അങ്ങനത്തെ പരിപാടിയൊക്കെ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് രണ്ട് ഏരിയാസിൽ നല്ല രീതിക്ക് അവർ വർക്ക് ആവുന്നുണ്ട്. എടുത്തു പറയുന്നത് തന്നെ ഈ ഒരു ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സീനുണ്ട്. ഈ ഒരു അമ്മയുടെ ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ഗമ എന്ന് പറയുന്ന വ്യക്തി ഒരു എന്ത് പറയാ പില്ലോ ഫോർട്ടിന്റെ അകത്ത് കയറി പോകുന്നുണ്ട്. പില്ലോ ഫോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ പില്ലോസ് ഒക്കെ വെച്ചിട്ട് ഒരു വീട് പോലെയൊക്കെ ചെയ്യത്തില്ലേ. സോ അതിന്റെ അകത്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ നടക്കുന്ന ഇവന്റ്സ് കുറച്ച് നൈസ് ആയിരുന്നു. ക്ലാസ്ട്രോഫോബിയ ഉള്ളവർക്കൊക്കെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരിക്കും. എനിക്ക് നല്ല രീതിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സീനിന്റെ അകത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് നല്ല ഡിസ്റ്റർബിംഗ് തോന്നി. കുറച്ച് അധികം ഉണ്ട് ആ ഒരു പുല്ലോ ഫോർട്ടിന്റെ സീൻ. നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ സ്റ്റേജിംഗ് ഒക്കെ. ആൻഡ് അതുപോലെ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള സീനുണ്ട്. ഈ ഒരു സിനിമയിൽ ആ ഒരു മെയിൻ ക്യാരക്ടർ ഡെന്റിസ്റ്റ് ആണ്. സോ പുള്ളിക്കാരി ഒരു അപ്പൂപ്പന്റെ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്തുള്ള കുറച്ച് ഇവന്റ്സ് ഉണ്ട്. ഹൊറർ സീനാണ്, പക്ഷെ അത് കുറച്ച് ഓക്വേർഡ് ആണ്. ഹൊററിനെക്കാളും അപ്പുറത്തേക്ക് ഭയങ്കര ഒരു ഓക്വേർഡ് ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നത്തില്ലേ, അങ്ങനത്തെ ഒരു സീനാണ്. ആൻഡ് അതിനുശേഷം വരുന്ന ഒരു ക്ലൈമാക്സിലുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ ഉള്ള ഡീമൻസും ആ ഒരു ഫർദർ വേൾഡും ആ ഒരു കണക്ട് ചെയ്യുന്ന റെഡ് ഡോറും അങ്ങനത്തെ കുറച്ച് ഇവന്റ്സ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇൻസീഡിയസ് മൂവിയിൽ കണ്ടുവരുന്ന സ്ഥിരം ടെംപ്ലേറ്റ് എലമെന്റ് ഉണ്ടല്ലോ, അതും നല്ല പ്രോപ്പർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വിച്ചിങ് ഉണ്ട്. ലൈക്ക് റിയാലിറ്റിയും ആ ഒരു ലൂസിഡ് ഡ്രീമിങ്ങും അല്ലെങ്കിൽ ആ ഒരു ഫർദർ വേൾഡും ആ ഡീമൻസ് ഇവർ തമ്മിൽ വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ആ ഒരു സ്വിച്ചിങ് വരുന്ന ഏരിയ അടിപൊളിയായിരുന്നു, നല്ല നൈസ് ആയിരുന്നു കാണാനായിട്ട്. ആൻഡ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സിനിമയുടെ ക്ലൈമാക്സ് ആണ് കിടിലമായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു ക്ലൈമാക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻസീഡിയസ് മൂവി ഫ്രാഞ്ചൈസി ആയാലും അല്ലെങ്കിൽ ഹൊറർ മൂവി ഫ്രാഞ്ചൈസി ആയാലും ഒരു ടെംപ്ലേറ്റ് ക്ലൈമാക്സ് ഉണ്ട്. ഇതിലോട്ട് വരുമ്പോൾ ടെംപ്ലേറ്റ് പരിപാടിയൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, ലൈക്ക് ആ ക്ലൈമാക്സിൽ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കയറി വരുമ്പോൾ ഉള്ള ഒരു പരിപാടി, അത് നൈസ് ആയിരുന്നു. എനിക്കത് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയും തരക്കേടില്ല, നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ ഓവറോൾ സിനിമ കാണാൻ നല്ല രസമുണ്ട്. ഒരു 1.5 മണിക്കൂറുള്ള ആ ഒരു 1.5 മണിക്കൂറിൽ വെറുപ്പിച്ചിട്ടില്ല, നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ സിനിമ പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവി കാണുന്നതിന് മുന്നേ ഇൻസീഡിയസിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള 5 സിനിമയും കാണണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. പക്ഷെ ഒരു ഐഡിയ ഉണ്ടല്ലോ, ലൈക്ക് ഈ വേൾഡ് എന്താണെന്നും അല്ലെങ്കിൽ ഈ സിനിമ സംസാരിക്കുന്ന ആ ഒരു ടോപ്പിക്കും എലമെന്റ്സ് എന്താണ്, അല്ലെങ്കിൽ ആ റെഡ് ഡോറും ആ റിയാലിറ്റി, ലൂസിഡ് ഡ്രീമിംഗ്, അല്ലെങ്കിൽ ആ ഒരു ഫർദർ വേൾഡ് അത് എന്താണെന്നൊരു ഐഡിയ കിട്ടിയാൽ മാത്രം മതി. ബാക്കി കുഴപ്പമില്ല, അങ്ങ് നൈസായിട്ട് പോയിക്കോളും. ഇൻസീഡിയസ് മൂവി ഫ്രാഞ്ചൈസിൽ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് തന്നെയാണ്. അത് വേറെ ലെവൽ മൂവിയാണ്. അതിനുശേഷമുള്ളതെല്ലാം ജസ്റ്റ് ഓക്കെയാണ്. ഇതും ഒരു രസത്തിലും കണ്ടിരിക്കാം. അല്ലാതെ വേറെ ലെവൽ മൂവി നമ്മളെ പേടിപ്പിച്ച് ഇല്ലാതാക്കുമെന്ന് ഞാനൊന്നും പറയുന്നില്ല. ആകെ ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ കണ്ട എലമെന്റ്സ് ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനിലൂടെയും ആ ഒരു സ്റ്റോറി ടെല്ലിംഗിലും അല്ലെങ്കിൽ ആ സിനിമയിൽ സംസാരിക്കുന്ന എലമെന്റ്സിന്റെ ഒരു എൻഗേജിംഗ് ഫീലിൽ കൂടി നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് ഓവറോൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി വാച്ച് തന്നെയായിരുന്നു സിനിമ. സ്വന്തം നിങ്ങൾ കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.